എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ലൂപ്പാണ്. ഈ ലൂപ്പിനകത്ത് കയറി കഴിഞ്ഞ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു കറക്കത്തിനകത്ത് വീണ്ടും നമ്മൾ പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വിഷയമൊന്നുമല്ല, രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട ലൂപ്പിനകത്തെ കറക്കത്തിലോട്ടാണ് വീണ്ടും പെട്ടിരിക്കുന്നത്. എന്നെ ആരും പിടിച്ച് പെടുത്തിയതല്ല, ഞാൻ തന്നെ വന്ന് പെട്ടതാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അൻഷാദ് പാല എന്ന് പറയുന്നൊരു വ്യക്തിത്വം രേണുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ ദയ, അദ്ദേഹത്തിൻ്റെ കാരുണ്യം, അദ്ദേഹത്തിൻ്റെ സ്നേഹം, അദ്ദേഹത്തിൻ്റെ വാത്സല്യം മൂലം പുള്ളി കിച്ചുവിനെ കുറ്റം പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് പുള്ളി പറയുന്നൊരു സാധനമുണ്ടായിരുന്നു, രേണു ആ കിച്ചു കാരണം, ആ നാറി കാരണം രേണു കയറി തൂങ്ങി എന്നൊരു സാധനം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പുള്ളിക്കാരൻ രേണുവിൻ്റെ പല ആൽബങ്ങളിലും അങ്ങോട്ടൊക്കെ അഭിനയിച്ചു, എന്തൊക്കെയൊക്കെ സെറ്റപ്പ് ഉണ്ട്. ഇവർ മറ്റേ പുലിത്തോലിട്ടിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ രേണുവിന് വേണ്ടി അതിവിദഗ്ധമായി ശബ്ദമുയർത്തി പലപ്പോഴായിട്ട് പുള്ളി രംഗത്ത് വന്നിട്ടുണ്ട്. സജീന ബ്ലോഗ്സുമായിട്ട് വരെ പുള്ളി പോയി വള്ളി പിടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയി. അങ്ങനെ രേണുവിന് വേണ്ടി പടവെട്ടി പൊരുതിയ പുതിയ ഒരു പടയാളി എന്ന നിലയിൽ പുള്ളിയെയും രേണു പിന്നിൽ നിന്ന് കുത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, ആദ്യം നമുക്ക് രേണു ഒരു സ്റ്റോറി ഇട്ടു, അത് നമുക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ വിഷയം മനസ്സിലല്ലോ, രേണു കയറി തൂങ്ങി എന്നും പറഞ്ഞുകൊണ്ട് കിച്ചുവിനെ വന്നിട്ട് ഈ അൻഷാദ് പാല കുറെ കുറ്റം പറഞ്ഞു. അൻഷാദ് പാലയിലേക്ക് ഞാൻ വരട്ടോ. നമുക്ക് ആദ്യം രേണുവിൻ്റെ സ്റ്റോറി വായിക്കാം. ഒരുത്തന്നെ വീഡിയോ കണ്ട് മനം നൊന്ത് വഴിയോരം വഴിയോരം ഇപ്പോൾ ശരിയല്ലേ ചെയ്യാൻ ശ്രമിക്കുന്നവൾ അല്ല ഈ രേണുസുതി. ഈ രേണുസുതി അല്ല, ആ രേണുസുതി. പണ്ടേ ചെയ്തേനരങ്ങനെ അങ്ങനെ ആയിരുന്നെങ്കിൽ പണ്ടേ ചെയ്തേനെ എന്നാണ് തോന്നുന്നു രേണു ഉദ്ദേശിച്ചത്. രേണുവിൻ്റെ പുരാണ ലിപി എനിക്ക് പണ്ട് തൊട്ടേ വശമില്ല, അപ്പം അങ്ങനെയാണ് തോന്നുന്നു ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം രേണു പറയുന്നത്, അങ്ങനെ എവൻ്റെയെങ്കിലും വീഡിയോ കണ്ടിട്ട് കയറി തൂങ്ങുന്നവളല്ലേ ഈ രേണു, അങ്ങനെ തൂങ്ങാനാണ് പണ്ടേ തൂങ്ങിയനെ. ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ വാദം. അപ്പോൾ ഞാനും പറഞ്ഞിരുന്നു, അങ്ങനെ ചെയ്യാനാണെങ്കിൽ കിച്ചു അന്ന് ആ വീഡിയോ ഇട്ടപ്പോഴും തന്നെ പുള്ളിക്കാരിക്ക് അത് ചെയ്യായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരി വിദേശത്ത് സുന്ദരക്കുട്ടപ്പന്മാരായിട്ടുള്ള പരിപാടിയാണെന്നൊക്കെയുള്ള ഫേക്കോ യാഥാർത്ഥ്യമോ ആയിട്ടുള്ള സാധനങ്ങൾ വന്നപ്പോൾ അന്നേരമൊക്കെ പുള്ളിക്കാരി പിടിച്ചു നിന്നിട്ട് ഇങ്ങനൊരു സാഹചര്യത്തിൽ ചെയ്തിട്ടുണ്ടാവും സാധ്യതയില്ല. പിന്നെ അന്നേരത്തെയും ഇപ്പോഴത്തെയും മാനസിക അവസ്ഥ വ്യത്യാസമാണ്. അന്ന് പരിപൂർണ ആരോഗ്യവതിയാണ് എന്ന് തോന്നുന്ന തരത്തിലാണ് വീഡിയോസ് ഇട്ടിരുന്നത്. ഇപ്പോൾ പുള്ളിക്കാരിക്ക് അതിഭീകരമായൊരു രോഗം പിടിപെട്ട് പുള്ളിക്കാരി ചികിത്സയിലാണ്. അപ്പോൾ പുള്ളിക്കാരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ശാരീരികമായി അത്യാവശ്യം നല്ല രീതിയിൽ വയ്യാത്തൊരവസ്ഥയാണ്. അവർ കീമോ ഒക്കെ എടുക്കുന്നുണ്ട്, അപ്പോൾ ഛർദ്ദിക്കുന്നു, അവർ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു. പല ആളുകളും ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുന്നത് കേട്ടു, നീ ഡബിൾ സ്റ്റാൻഡ് കളിക്കില്ലടാ, നീ എന്ത് കാരണത്തിലാടാ രേണുവിനെ കുറ്റം പറയാത്തെ, നീ രേണുവിനെ അനുകൂലിക്കുന്നോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു. പ്രിയമിത്രങ്ങളെ, നിങ്ങൾ കാണേണ്ട ഒരു സാധനം, മനസ്സിലാക്കേണ്ട ഒരു സാധനം, എനിക്ക് രേണുസുതിയായിട്ട് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ അവരെ ഇന്ന് വരെ തമ്പുരാനാണ്, ഞാൻ കണ്ടിട്ട് കൂടിയില്ല. എനിക്ക് അവരോട് യാതൊരു പ്രശ്നവുമില്ല. അവർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ കാണുമ്പോൾ അതിൽ വിമർശിക്കുന്നു. ഞാൻ അവരെ പലപ്പോഴായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കവർ ചെയ്യുന്ന ആക്ടിനാണ് പ്രശ്നം, എനിക്ക് അവരോട് യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും എൻ്റെ അഭിപ്രായങ്ങളാണ്, എൻ്റെ ഒപ്പീനിയൻസാണ്. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഒപ്പീനിയൻ ഇടാം. അപ്പോൾ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നത്, നീ എന്തിന് രേണുവിനെ സപ്പോർട്ട് ചെയ്തു എന്ന് ചോദിച്ചവരോടുള്ള എൻ്റെ മറുപടിയായിട്ട് നിങ്ങളിതിനെ കണ്ടാൽ മതി. അപ്പോൾ എനിക്ക് ഇപ്പോൾ ബേസിക്കലി അവരുടെ രോഗാവസ്ഥയെ നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളൊരു മാനുഷിക പരിഗണന കൊടുക്കണമല്ലോ, മനസ്സിലായോ? ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചില ആളുകൾ അവൾ അങ്ങനെ പോട്ടെ, അവൾ ചത്തു തൊലയട്ടെ എന്നൊക്കെ ഇടുന്ന കണ്ടു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രേണു RIP അല്ലെങ്കിൽ രേണു ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞൊരു സാധനം പടച്ചുവിടുന്നതായിട്ട് കണ്ടു. അതൊക്കെ ഒരു മാനുഷിക പരിഗണന വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേനും തെറ്റായിട്ടൊരു സാധനമാണ്. അതൊക്കെ എൻ്റെ എത്തിക്സിനെതിരാണ്. ഇപ്പോൾ ഈ പോസ്റ്റ് ഇട്ടവൻ, രേണു RIP എന്ന് പോസ്റ്റ് ഇട്ടവൻ, അവൻ RIP ആയെന്നും പറഞ്ഞിട്ട് അവൻ്റെ കുടുംബക്കാർ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ്റെ മിത്രങ്ങളോ അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഇങ്ങനെ പോസ്റ്റുകളും അവർക്കെതിരെ ഇപ്പോഴും ആവശ്യമില്ലാതെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് അവരോട് യാതൊരു ഹെയ്റ്റും ഇല്ല, കമ്പനിയും ഇല്ല, ആ ഹെയ്റ്റും ഇല്ല. മനസ്സിലായോ? അതാണ് എൻ്റെ ബേസിക് സംഭവം. അപ്പോൾ കഴിഞ്ഞ ഇവരുടെ പ്രശ്നത്തിൽ എനിക്ക് 2 പേരും കുറ്റക്കാരായിട്ടാണ് തോന്നിയത്. കിച്ചുവിന് അമ്മ, ഏതമ്മ, എന്തൊരമ്മ, പൈസ ചോദിക്കുമ്പോൾ 150 രൂപ, 190 രൂപ, 250 രൂപ തരുന്നു. ഇതാണ് കിച്ചുവിന് അമ്മയെക്കുറിച്ചുള്ള സാധനം. അമ്മയ്ക്ക് കിച്ചു അവൻ എന്നെ ഇട്ട് കൊടുക്കുന്ന അവൻ ആകെ എൻ്റെ അടുത്ത് വരുന്ന എന്തിനാ, അമ്മ 2000 എന്താ, അമ്മ 5000 എന്താ എന്നുള്ള പൈസ. ഇതാണ് ഇവർ തമ്മിലുള്ള ഏക കൂടിയുള്ളൊരു ബോണ്ട്. അല്ല ബോണ്ട്, ഇവരുടെ ബോണ്ട് ഇതാണ്.
ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്നേഹമോ വാത്സല്യമോ മാതൃസ്നേഹമോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. മകന് അങ്ങോട്ടും സ്നേഹമില്ല, അമ്മയ്ക്ക് ഇങ്ങോട്ടും സ്നേഹമില്ല. ആയതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവർ 1ഉം 2ഉം പറഞ്ഞ് വഴക്കിടുകയാണ്. ഇവിടെ ഒരാൾ 1 പറഞ്ഞാൽ അവിടെ 2 പറയും, അവിടെ 2 പറഞ്ഞാൽ ഇവിടെ 15 പറയും, 15 പറഞ്ഞാൽ 37 പറയും. ഇങ്ങനെ ഇവർക്കിടയിലുള്ള പ്രശ്നമാണിത്. ഇതിൻ്റെ ബേസിക് സാധനം എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ ഈ ഒരു അവസ്ഥയെ പരിഗണിച്ചെങ്കിലും രേണുവിനെങ്കിലും മിണ്ടാതിരിക്കുകയായിരുന്നു. പറ്റത്തില്ല. ഇനി നമുക്ക് അൻഷാദിലേക്ക് പോകാം. നമ്മളിപ്പോൾ കണ്ടെന്താ, രേണു എന്ന് പറയുന്നു എനിക്ക് അങ്ങനെ വല്ലവൻ്റെ വീഡിയോ കണ്ടിട്ട് തൂങ്ങുന്നവളല്ല ഞാൻ എന്നാണ് രേണു പറഞ്ഞത്. രേണുവിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് രംഗത്ത് വരുന്ന അൻഷാദ് പാല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കടമെടുക്കുന്നില്ല, അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ പറയിക്കാം. ഞാൻ രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണ് വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, രേണു ഒന്ന് ഹോസ്പിറ്റലായിരുന്നു. രേണുവിന് ക്യാൻസറാണ്, എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറി ഒന്ന് തൂങ്ങിയായിരുന്നു. ആണോ മോനെ? ഉറപ്പിക്കാം അത്. അപ്പോൾ താങ്കൾ പറയുന്നതാണോ ശരി, രേണു പറയുന്നതാണോ ശരി? ഈ വീഡിയോ ഇപ്പം എന്തിയെ പ്രൊഫൈലിൽ കാണുന്നില്ലോ? ഈ വീഡിയോ എന്തിയെ? രേണു വിളിച്ച് തന്നില്ലേ? അപ്പോൾ രേണു തൂങ്ങി എന്നൊരു ഇൻഫർമേഷൻ പുള്ളിക്കാരൻ ചാനലിൽ നിന്നും ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. രേണു വന്നിട്ട് അങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടേ ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ പ്രിയ അൻഷാദ് പാല, താങ്കളുടെ ക്രെഡിബിലിറ്റി തെളിയിക്കേണ്ടതാണ്. താങ്കൾ പുറത്തുവിട്ട വാർത്തയിലെ ഒരു എക്സ്പ്ലനേഷൻ താങ്കൾ തീർച്ചയായിട്ടും അറിയിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ രേണു പറഞ്ഞാൽ നമുക്ക് വിശ്വാസമാണ്. താൻ എന്തിന് കള്ളം പറഞ്ഞു എന്നൊരു ചോദ്യം വരും. താൻ എന്തിന് കള്ളം പറഞ്ഞു? രേണു പറയുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ രേണു ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് വിശ്വാസത്തിൽ വന്നിട്ടില്ല. പക്ഷേ ഈ കാര്യം നമ്മൾ രേണു പറയുന്നത് വിശ്വസിക്കും. അപ്പോൾ താങ്കൾ എന്തിന് ഇങ്ങനൊരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വിട്ടു, രേണു തൂങ്ങി എന്നുള്ളത്? പറ. ഫാനിൽ അപ്പം രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് ഈ നേരത്തെ ആ കൊച്ചിനെ പെട്ടിയിൽ വയ്ക്കായിരുന്നു. അപ്പോൾ ഈ പുള്ളി പറയുന്നതാണ് ശരിയെങ്കിൽ രേണുവിൻ്റെ ക്രെഡിബിലിറ്റി പ്രൂവ് ചെയ്യണം. യവ വന്ന് എന്തിനിങ്ങനെ പറഞ്ഞു എന്ന് രേണു പറയണം. ശരിക്കും തൂങ്ങിയില്ലയോ? ശരിക്കും കിച്ചുവിൻ്റെ വീഡിയോ തന്നെയായിരുന്നു പ്രശ്നം. ശരിക്കും എന്താ സംഭവം? നിങ്ങൾ വീണ്ടും ഈ കോൺട്രവേഴ്സി ലൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ? രേണുവിന് വയ്യാതിരിക്കുമ്പോഴത്തേനും യൂട്യൂബിൽ നല്ല രീതിക്ക് ആദ്യം വീഡിയോസ് ഇട്ട് തുടങ്ങുന്നു. അനാവശ്യമായി കിച്ചുവിൻ്റെ ടോപ്പിക് അതിലേക്ക് വലിച്ചു കയറ്റി ഇത് വിവാദമാകുമെന്ന് അറിഞ്ഞാൽ പോലും ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് കിച്ചുവിൻ്റെ പടലിക്കോട്ടടിക്കുന്നു. കിച്ചു തിരിച്ചു വന്ന് തിരിച്ചടിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ പുള്ളിക്കാരൻ പോയി മലത്തിയടിക്കുന്നു. നിങ്ങളത് ഗുസ്തി മത്സരം നടത്തുന്നു. ഒരു കാര്യമില്ല. അത് ചുമ്മാ ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ പടച്ചുകൂടാ. വെറുതെ ഒരു രസത്തിൻ്റെ ഒരു കോൺട്രവേഴ്സി. ഈ പുള്ളി ഇപ്പോൾ എവിടുന്ന്? ഈ പുള്ളി കഴിഞ്ഞ ദിവസം ചാനലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സജീന വ്ളോഗ്സുമായിട്ട് സംസാരിക്കുന്നത്. അതിനകത്ത് ഇദ്ദേഹം വളരെ വ്യക്തവും ശക്തവും സ്ഫുടവുമായി പറയുന്നുണ്ട്, എനിക്ക് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ റീച്ച് വേണ്ട, ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ സമ്പാദിക്കുന്ന ഒരുത്തനല്ല. എൻ്റെ പൊന്നനിയ, സോഷ്യൽ മീഡിയയിൽ ഒരുത്തനൊരു വീഡിയോ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏക ലക്ഷ്യം നാട്ടുകാർ കാണുക എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ കാണുന്നു എന്നതാണ് നമ്മൾ ഈ റീച്ച് എന്നുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത്, അല്ലയോ? അല്ലെങ്കിൽ താങ്കൾ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടിടണം, അല്ലെങ്കിൽ വേറെ ഇങ്ങനെ റീച്ച് ഉള്ളവനെ കൊണ്ട് ഇടിയിക്കണം. നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് റീച്ച് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങൾ വീഡിയോ ഇടുന്നു, ഓക്കെ, നിങ്ങൾക്ക് റീച്ച് ഇല്ല എന്ന് നിങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് റീച്ച് ഇല്ല, നിങ്ങളങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വരുമാനം കണ്ടെത്തുന്ന ഒരാളല്ല, നിങ്ങൾക്ക് അങ്ങനെ അതിൻ്റെ ആഗ്രഹമില്ല, ഞാൻ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്നവനാണ് എന്ന് പറയുന്നു. താങ്കളുടെ വീഡിയോ താങ്കൾ ഇട്ടൊരു വീഡിയോ വെറുതെ ഒരു 10 മില്യൺ അടിച്ചു എന്ന് വിചാരിക്കുക. കാണല്ലേ, റീച്ച് വേണ്ട കേട്ടോ, റീച്ച് വേണ്ടാത്തതുകൊണ്ടാണ് ഈ 10 മില്യൺ നിങ്ങൾ പിൻവലിക്കുക എന്ന് പറയുമോ? പബ്ലിക് അക്കൗണ്ടിൽ പബ്ലിക് പ്രൊഫൈലാക്കി നാട്ടുകാർക്ക് കാണുന്ന പോലെ പ്രൈവറ്റ് അല്ല നിങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ആളുകൾ കാണാൻ വേണ്ടി തന്നെയാണ്. കുറച്ച് റീച്ച് കൂടുതൽ ഒരു 10 മില്യൺ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വീഡിയോയ്ക്ക്? അമ്മാതിരി കഥയൊക്കെ അങ്ങ് വിടുമോനെ. എന്നിട്ട് ബാക്കി പറ. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ് ഏറ്റവും കൗതുകം. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ്, നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ, അവളാണ് പറഞ്ഞത്. ഇനി രേണുവിനോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവനോട് പറഞ്ഞു എന്ന് രേണുവിനോട് ചോദിക്കണം. അപ്പോൾ രേണു പറയും ഏതവൻ, എനിക്കൊരവനെ അറിയത്തില്ലെന്ന്. അതെങ്ങനെയൊക്കെയാണല്ലോ കോൺട്രവേഴ്സികൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഈ നേരത്തെയൊക്കെ കോൺട്രവേഴ്സികൾ ഉണ്ടാകുകയായിരുന്നു, ഇപ്പോഴൊക്കെ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുകയാണല്ലോ. അപ്പോൾ എന്തോരം മസാല, എന്തോരം എന്തോരം ഉപ്പ്, ഇതൊക്കെ ഇവർ തന്നെ ഇട്ട് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കാം. നേരത്തെയൊക്കെ തനിയെ ഉണ്ടാവുകയായിരുന്നു. പരമായിട്ട് എനിക്ക് തോന്നിയത് ഇവളുടെ മൂത്ത മകനെന്ന് അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്, അവനെ അങ്ങനെ തന്നെ വിളിക്കണം, വേറെ നാറിയാണ്. അണ്ണൻ എന്തിനു വിളിക്കണം? അണ്ണൻ വന്നിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നു. രേണു ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അണ്ണൻ എഴുതിത്തള്ളി. ഞാൻ ഒരിക്കലും കിച്ചുവിനെ ന്യായീകരിക്കുന്നില്ല കേട്ടോ, അവനും ചെയ്തത് തെറ്റാ. അതെല്ലാം അണ്ണൻ എഴുതിത്തള്ളി കിച്ചുവിനെ പരനാറി എന്ന് വിളിച്ച് അത് സംബോധന ചെയ്ത് താങ്കളൊരു വീഡിയോ ഇട്ടു.
വീഡിയോ ഇപ്പോൾ ഇവിടെ ഉണ്ടോ വീഡിയോ? ആ വീഡിയോ ഇപ്പോൾ ഇവിടെ കിട്ടും. എന്തായാലും കുറേ ടീംസ്. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തൂങ്ങിയത്. ഞാൻ നമ്മളെ കുറേ ചീത്ത വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിരുന്നു പറഞ്ഞ പോലും നമ്മൾ ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്. മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ തളർന്നു പോവും, തളർന്നു പോവും. അതിനോടൊക്കെ നമ്മൾ യോജിക്കുന്നു. പക്ഷേ ഇതൊരു മിസ്മാച്ച് വന്നല്ലോ അണ്ണാ. ഇപ്പോൾ രേണു പറയുന്നതാണോ ശരി, അണ്ണം പറയുന്നതാണോ ശരി? അണ്ണം പറയുന്ന രേണു തൂങ്ങിയെന്ന്, രേണു പറയുന്ന അങ്ങനെ ഒരുത്തിൻ്റെയും വീഡിയോ കണ്ട് ഞാൻ തൂങ്ങത്തില്ലെന്ന് അണ്ണം പറയുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അപ്പോൾ തൂങ്ങിയിട്ടുണ്ട് കാരണം അപ്പം വേറെ തൻ്റെ വീഡിയോ അല്ലായിരിക്കും നമ്മൾ ചിന്തിക്കും. അപ്പോൾ പക്ഷേ അണ്ണം വളരെ വ്യക്തമായിട്ട് പറയുന്നു, കിച്ചു എന്നുണ്ടല്ലോ, അവൻ്റെ വീഡിയോ കണ്ടിട്ടില്ല, അവൻ കാണിച്ച ഇല്ലായ്മ കൊണ്ട് എന്തോ ഒരു സിങ്ക് പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ പണ്ടേ ഉള്ള അണ്ണ രേണുവിനെ സഹായിക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവന് കിട്ടും, പേശ കിട്ടും. അത് പണ്ടോട്ട് അങ്ങനെയാണ്. അപ്പം നമുക്കിനി നമ്മുടെ ഒരു ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ, ഒരാൾക്കൊരു വയ്യാകെയായിരിക്കുമ്പോഴത്തേനും അവർ ചെയ്യുന്ന തീരുമാനങ്ങൾ തെറ്റുകയാണെങ്കിൽ, അവർ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരിക്കും, അവർക്ക് ചെയ്യുന്ന പല കാര്യങ്ങളിലും തെറ്റുകൾ സംഭവിക്കാം, ഇമോഷണലി വീക്കായിരിക്കും, ശാരീരികമായി വീക്കായിരിക്കും. അപ്പോൾ പല തെറ്റുകളും അവരുടെ സൈഡിൽ സംഭവിക്കാം. അത് ഒരിക്കലും മനഃപൂർവ്വമായിട്ട് വരുത്തുന്ന തെറ്റുകളല്ല. ചിലപ്പോൾ നല്ല അരിശമായിട്ട് ദേഷ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ക്യാമറ തുറന്നിങ്ങനെ തന്നു കഴിഞ്ഞാൽ അത്രയും നാളും നല്ലവനായി ഉണ്ണിയെപ്പോലെ സുഹൃത്തുക്കളെ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നെ മാറി എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ അതിനൊന്നും നമ്മൾ തെറ്റ് പറയുന്നില്ല. പക്ഷേ ഈ രേണുവിൻ്റെ കൂടെയുള്ളവർ, രേണുവിൻ്റെ വീട്ടിലുള്ളവർ, രേണുവായിട്ട് സഹകരിക്കുന്നവർ, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങൾ ഈ ഒരു സമയത്ത് കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലേക്ക് പോകാതെ, പ്രഷറിലേക്ക് പോകാതെ അങ്ങ് പോവുക എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുക. ഇപ്പോൾ രേണു കുറച്ച് ദിവസം യൂട്യൂബിൽ വീഡിയോ ഇട്ടതെന്ന് തന്നെ രേണുവിന് മനസ്സിലായിട്ടുണ്ടാവും. രേണുവിൻ്റെ വ്യൂസ് എന്താണ്, രേണുവിൻ്റെ റീച്ച് എന്താണ്, രേണുവിന് അതിൽ നിന്നും ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ പോലത്തെ പ്രസ്ഥാനത്തിനേക്കാൾ ഉപരി സമ്പാദിക്കാനുള്ള ഒരു ഓപ്ഷൻ മുമ്പിലുണ്ട്. ഓപ്ഷൻ എ നല്ല രീതിക്ക് സമ്പാദിക്കാം, ഓപ്ഷൻ ബി അത്ര നല്ലതല്ലാത്ത രീതിയിൽ സമ്പാദിക്കാം, പക്ഷേ ഓപ്ഷൻ ബിയിലൊരു കുറച്ച് കൂടുതൽ കിട്ടും. ബി ഓപ്ഷൻ ബി എന്ന് ലോക്ക് ചെയ്യാതിരിക്കുക, ഓപ്ഷൻ എയിലേക്ക് പോവുക. ഇങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ കിച്ചുവിൻ്റെയും രേണുവിൻ്റെയും തമ്മിലുള്ള പ്രശ്നം എന്നാണ്? ഇപ്പോഴത്തെ പ്രശ്നം നേരത്തെ മുതലേ പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ വിട്ട് ഇവരിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന കോൺട്രവേഴ്സിയിലേക്ക് നമ്മൾ പാസ്റ്റിലേക്ക് ഒന്നും പോകുന്നില്ല. പാസ്റ്റ് പരിപാടിയൊക്കെ നമ്മൾ വിട്ട് ഇപ്പോൾ കറൻ്റിലി ഉള്ള പരിപാടിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം സബ്സ്ക്രിപ്ഷൻ തുടങ്ങി 500 ആയപ്പോൾ രേണു പറഞ്ഞു, കിച്ചു യെസ് അമ്മ, ഗുഡമ്മ, സൂപ്പറമ്മ എന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം രേണുവിൻ്റെ ഒരു വീഡിയോ പുറത്ത് വന്നപ്പോഴത്തേനും കിച്ചു പറഞ്ഞു, അമ്മ ഈ പരിപാടി വേണ്ട, ഋതപ്പനൊക്കെ ഇത് ഭയങ്കര സീനാവും, അമ്മ ഇപ്പോൾ ഈ സീൻ വിട്ടേ എന്ന് പറഞ്ഞപ്പോൾ രേണു പറഞ്ഞു വിടാൻ പറ്റൂല. ഇപ്പം നിന്നോട് ഞാൻ ആദ്യം ചോദിച്ചല്ലേ, അന്ന് മോനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിട്ടേനെ. ഇന്ന് നോ പറഞ്ഞാൽ മാറിപ്പോയിരുന്ന് പറയത്തേ ഉള്ളൂ, ഞാൻ ചെയ്യും. ഈ ഒരു സെറ്റപ്പാണ് ഇവർക്കിടെ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് ഒരാളില്ലെന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ബിഗ് ബോസ് ജേതാവായിട്ടുള്ള അനുമോൾ ആ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത്. അനുമോൾ ആ വീട്ടിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം, രേണു വിളിച്ചിട്ട് ഹലോ അനുമോളല്ലേ, എനിക്ക് അനുമോളെയും ആദിലേനെയും നൂറേനെയും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേനും അവർ പോയി. അവരുടെ സാമാന്യ മര്യാദയ്ക്ക് അവർ പോയി. അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അനുമോൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. കുറച്ച് നെഗറ്റീവ് ഇതൊക്കെ കാണുന്നുണ്ട്, പുള്ളിക്കാരിക്ക് അതൊക്കെ കാണുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഇതിലാണ് പുള്ളിക്കാരി ഓരോ വീഡിയോ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇൻസ്റ്റാഗ്രാം തുറക്കാനേ പോട്ടെ, ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കും. ഡോക്ടേഴ്സൊക്കെ വഴക്ക് പറയുന്നുണ്ട് പുള്ളിക്കാരി. അതെ, രേണു ഫോൺ എടുക്കുന്നില്ല, അവനൊക്കെ ഇടുന്ന നെഗറ്റീവ് കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിടുന്നുണ്ട്, പിന്നെ സ്റ്റാറ്റസ് ഒക്കെ ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവരൊരു ഓൺലൈൻ മാധ്യമത്തിലേക്ക് വരരുതൊന്നുമില്ല. പക്ഷേ നെഗറ്റീവ് ഇടുന്ന ആളുകൾ, നിങ്ങൾക്ക് നെഗറ്റീവാണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, പോസിറ്റീവാണ് നിങ്ങളുടെ ഒപ്പീനിയൻ എങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് പറയാം. അവരുടെ രോഗാവസ്ഥയെ മാനിച്ചിട്ടെങ്കിലും നിൻ്റെ മരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാതോർത്തിരിക്കുകയായിരുന്നു, കണ്ണു തുറന്ന് എന്താ കുത്തു എന്ന് പറഞ്ഞ് മറ്റേ കമലഹാസൻ നിൽക്കുമല്ലോ, മറ്റേ വേട്ടയാട് വിളയാട്, അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുക. ഈ അസുഖത്തിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ള കമൻറ്റുകൾ, നിൻ്റെ മരണത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്, നീ ചത്തില്ല, ഇത്തരം കമൻറ്റുകൾ ബോധമുള്ള ആളുകൾ ഒഴിവാക്കുക കേട്ടോ. ബോധമില്ലാത്തവരെ നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് മോശമാണ്, അത് മ്ലേച്ഛമാണ്. നമുക്ക് പറയാം, അവർ അസുഖമൊക്കെ മാറി പവറായിട്ട് തിരിച്ചു വരട്ടെ, തിരിച്ചു വന്ന് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കട്ടെ, അപ്പോഴല്ലേ ഹീറോയിസം. അപ്പോൾ നമുക്ക് പറയാം. ഇപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് വീണ് കിടക്കുന്ന ഒരുത്തിനെ അടിക്കാതിരിക്കുക, അതാണ് ബേസിക് സംഭവം. ഓക്കെ, അനുമോൾ പറയുന്ന ബാക്കിയേക്കാം. ഇതുപോലെ ഫോൺ യൂസ് ചെയ്യുന്നതിനെ പറ്റി, പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്നതും പിന്നെ പ്രതികരിക്കുന്നതൊക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നിർത്തി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലെ കൂടെ കേട്ട് അനുസരിക്കും, രേണു അതൊക്കെ അനുസരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രേണുവിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ എടുക്കാം. അപ്പോൾ
അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എന്നോട് പറഞ്ഞു, പക്ഷേ പുള്ളിക്കാരി ഫുഡൊന്നും കഴിക്കുന്നില്ല. ഫുഡ് വെയിറ്റ് ഇപ്പോൾ 34 ഉള്ളൂ. അപ്പം ഒരാൾ ഇപ്പോൾ ഇത്രയും മരുന്ന് ഉള്ളിലോട്ട് പോകുമ്പോൾ ഒന്നെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിരിക്കണം, വെയിറ്റെങ്കിലും വേണം. അപ്പോൾ ഒട്ടും ഹെൽത്തി അല്ല. പുള്ളിക്കാരി കഴിക്കുന്ന ഫുഡെല്ലാം ഒമിറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഇത് ഈ കീമോ ഒക്കെ ചെയ്യുമ്പോഴുള്ള സൈഡ് എഫക്റ്റ് ആണ്. ആൾക്ക് ഹെൽത്ത് വൈസ് ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഒന്നിലധികം ആളുകൾക്ക് ഈ ഒരു രോഗം പിടിപെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ അനുഭവിച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അനുഭവിച്ചിട്ടില്ലെങ്കിലും നമ്മൾ കൺമുന്നിൽ കണ്ടിട്ടുണ്ട്. ഇത് ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കരമായിട്ടുള്ള തളർച്ചയും ഇവരുടെ മാനസിക അവസ്ഥ തന്നെ തകർന്നു പോകുന്നൊരു സാധനത്തിലോട്ടൊക്കെ പോകും. പുറത്തുനിന്ന് കാണുന്ന നമുക്കിത് ഭയങ്കര സുഖമാണെങ്കിലും അനുഭവിക്കുന്ന അവർക്കത് അത്ര സുഖമുള്ള പരിപാടിയല്ല. അതുകൊണ്ടൊക്കെയാണ് പല ആൾക്കാരും നീ ഡബിൾ സ്റ്റാൻഡ് എടുത്തോടാ മാറി എന്ന് ചോദിക്കുമ്പോഴത്തേനും ഞാൻ ഈ ഒരു സിറ്റുവേഷൻ എൻ്റെ കൺമുന്നിൽ കണ്ടതാണ്. ഈ കീമോ എടുക്കുന്നതും ആൾ തളരുന്നതും ആളുടെ മുടി പോകുന്നതും ശരീരഭാഗം ഭാരം തടിച്ചിരുന്ന ആൾ പട്ടപെട്ടാന്ന് മെലിയുന്നതും ഒക്കെ ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടതാണ്. അതൊക്കെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ വരുന്നു, എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ചെറിയ സോഫ്റ്റ് പരിപാടി പിടിച്ചത്. മാത്രമല്ല പിന്നെ വീണ് കിടക്കുന്നവനെ അടിക്കുന്നത് അത്ര നല്ല പരിപാടിയല്ല. അവർ തിരിച്ചു വരട്ടെ, അവർ തിരിച്ചു വന്നിട്ട് നല്ല രീതിക്ക് അവർ പോവുകയാണെങ്കിൽ നമ്മളവരെ സപ്പോർട്ട് ചെയ്യും. മോശം രീതിയിലേക്ക് വരുവാണെങ്കിൽ വീണ്ടും നമ്മുടെ വിമർശനങ്ങൾ തീർച്ചയായിട്ടും വരും. അല്ലാതെ എനിക്ക് രേണുവിനോട് യാതൊരു പ്രശ്നമില്ല കേട്ടോ. ഇനി ഇത് മാത്രമല്ല, അനുമോളി പോയി പറഞ്ഞതിനൊക്കെ ശേഷം രേണു ഒരു മോട്ടിവേഷൻ സാധനം ഇട്ടു. ആ മോട്ടിവേഷൻ സാധനം നമുക്കൊന്ന് വായിക്കാം. എൻ്റെ വീഴ്ച എൻ്റെ സമയം ആരൊക്കെ ഉണ്ടായിരുന്നു? വീഴ്ചയാണ് ഉദ്ദേശിച്ചത്, എനിക്കറിയില്ല. വീഴ്ച വെച്ച് നമുക്ക് വായിക്കാം. എൻ്റെ വീഴ്ച സമയം ആരൊക്കെ ഉണ്ടായിരുന്നോ, ആരാണ് ഞാൻ എണീക്കുമ്പോൾ ഉള്ളവർ, അല്ലാത്തവരൊക്കെ എൻ്റെ നല്ല കാലത്ത് മാത്രം ഉള്ളവരായിരുന്നു. ഇവിടെ നിന്നും എണീറ്റാൽ എൻ്റെ ഒപ്പം ഇപ്പോൾ കൂടെ ഉള്ളവർ മാത്രമായിരിക്കും എന്നും. ഒരുപാട് പ്രോജക്റ്റുകൾ വെയിറ്റിംഗ്, 3-4 കുത്ത് ആണ്. എനിക്ക് എഴുന്നേറ്റേ പറ്റൂ. അതെനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇവരെ റെസ്പെക്റ്റ് എനിക്ക് തോന്നിയൊരു സാധനം. ഇപ്പോൾ എനിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ പടവോ പിന്നെ കട്ടിലിൽ നിന്ന് പോകത്തില്ല. പക്ഷേ ഇവർ ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് വെച്ചിട്ടും ഇവർ വീണ്ടും വീഡിയോസ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു, മറ്റൊരാൾ എഡിറ്റ് ചെയ്യുമെങ്കിൽ പോലും ഇവർ അതിന് വേണ്ടിയിട്ടൊരു എഫേർട്ട് ഇടുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട, ഐ ലൈക്ക് ഇറ്റ്, അവരുടെ ഹാർഡ് വർക്ക് ഈ ഒരു കാര്യത്തിൽ കേട്ടോ. മറ്റതല്ല, ഈ ഒരു കാര്യത്തിൽ. രേണുസുതി തീർന്നു എന്ന് ഒരുത്തനും ഓർക്കണ്ട, ഞാൻ വരും പഴയതിനേക്കാൾ ശക്തമായി, 100 അടിയിൽ 2 വരാം. അങ്ങനെ ശക്തമായി തന്നെ തിരിച്ചു വരണം, ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. കാരണം ഋതപ്പൻ എന്ന് പറയുന്നൊരു കൊച്ചവിടെ ഉണ്ട്, അതിന് അപ്പനും അമ്മയും ഇല്ലാണ്ടാവും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും രേണു അസുഖങ്ങളൊക്കെ മാറി പൂർവാധികം ശക്തിയോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. പക്ഷേ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. കാരണം നിങ്ങൾ ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴത്തേനും ക്യാൻസറിനെ സർവൈവ് ചെയ്ത ഒരാളെന്നൊരു ടാഗ് കൂടെ നിങ്ങൾക്കുണ്ടാവും. മറ്റേ മക്കൾക്ക് വേണ്ടി പൊരുതി വെട്ടുന്ന അമ്മ എന്നൊക്കെ, അങ്ങനെ കുറേ ടാഗുകളുണ്ടാവും. ഇനിയെങ്കിലും അത് നന്നായിട്ട് യൂസ് ചെയ്യുക. നെഗറ്റിവിറ്റിയുടെ കാലം കഴിഞ്ഞു. ഇതെല്ലാം ഒത്തിരി ആൾക്കാർ ഈ നെഗറ്റിവിറ്റി ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് ഉൾപ്പെടെ നെഗറ്റിവിറ്റി ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അതൊരു കാലഘട്ടം കഴിയുമ്പോഴത്തേനും നിർത്തി പോസിറ്റീവിലോട്ടാണ്. എന്തിന് നമ്മുടെ പൃഥ്വിരാജ് വരെ നെഗറ്റീവിൻ്റെ പീക്കിൽ നിന്നിട്ടാണ് പുള്ളി പോസിറ്റീവിലേക്ക് കയറുന്നത്. സോ രേണും നെഗറ്റീവ് പരിപാടി വിട്ടിട്ട് പോസിറ്റീവിലേക്ക് കയറുക. ഈ അനുമോളൊക്കെ പറഞ്ഞു തന്നത് അനുസരിക്കുക. ഓക്കെ, അപ്പോൾ അൻഷാദ് താങ്കളുടെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത്, നിങ്ങൾ ആര് പറഞ്ഞാണ് കള്ളം എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒന്ന് അറിയിക്കണം. ഇതിനെ ഒരു സർക്കാസ്റ്റിക് വിമർശനമായി മാത്രം എടുക്കാൻ പറ്റിയിട്ടാണ് വരെ.